أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفمن زين له سوء عمله فرآه حسنا فإن الله يضل من يشاء ويهدي من يشاء فلا تذهب نفسك عليهم حسرات إن الله عليم بما يصنعون. والله الذي أرسل الرياح فتثير سحابا فسقناه إلى بلد ميت فأحيينا به الأرض بعد موتها كذلك النشور. من كان يريد العزة فلله العزة جميعا إليه يصعد الكلم الطيب والعمل الصالح يرفعه والذين يمكرون السيئات لهم عذاب شديد ومكر أولئك هو يبور. والله خلقكم من تراب ثم من نطفة ثم جعلكم أزواجا وما تحمل من أنثى ولا تضع إلا بعلمه وما يعمر من معمر ولا ينقض من عمره إلا في كتاب إن ذلك على الله يسير. وما يستوي البحران هذا عذب فرات سائغ شرابه وهذا ملح أجاج ومن كل تأكلون لحما طريا وتستخرجون حلية تلبسونها وترى الفلك فيه مواخر لتبتغوا من فضله ولعلكم تشكرون. يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري لأجل مسمى ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قطمير إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد حمدا كثيرا طيبا മുബാറക്കൻ ഫീഹി. സ്നേഹാദരനായ ലേന്തി ഖുർആൻ പഠിതാക്കളെ, നമ്മൾ സൂറത്തുൽ ഫാത്തിറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഫാത്തിറിൻ്റെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം പിശാചിൻ്റെ വഞ്ചനയിൽ ആളുകൾ പെട്ടുപോകുന്ന ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവൻ അകപ്പെട്ടു പോകുന്ന പ്രധാനപ്പെട്ട 2 വഞ്ചനയുടെ വഴികളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ഐഹിക ജീവിതത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് പരലോകത്തെയും മരണാനന്തര ശേഷമുള്ള ജീവിതത്തെയും അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളെയുമൊക്കെ ഒഴിവാക്കി ദുനിയാവിൻ്റെ താൽക്കാലിക സുഖങ്ങളിൽ മതിമറന്ന് ജീവിക്കുന്ന ആളുകൾ അവർ ഈ ലോകത്തെ ഒരു വഞ്ചനയുടെ വഴിയിലാണ് പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, പൈശാചികമായ
പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ അകപ്പെട്ട് അതിൻ്റെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പൈശാചിക തടവറയിൽ പെട്ടുപോയ ആളുകളെ സംബന്ധിച്ചാണ്. ഈ രണ്ട് നിലക്കുള്ള വഞ്ചനകൾ, അവർ സത്യനിഷേധികളായ ആളുകളായി മാറുകയും കഠിനകഠോരമായ അദാബുൻ ഷദീദ്, കഠിനകഠോരമായ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്യുന്ന ദുരവസ്ഥ സൂക്ഷിക്കണം എന്ന താക്കീതും. എന്നാൽ ഇതിൽ നിന്നൊക്കെ മാറി ഐഹിക ജീവിതത്തിൻ്റെ പളവളപ്പിൽ മുങ്ങി താഴാതെ പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസാവഹിച്ചും പ്രവാചക സുന്നത്തുകൾ ഇത്തിബാഅ് ചെയ്തും റബ്ബിനെ സ്നേഹിച്ചും ജീവിക്കുന്ന വിശ്വാസികളായ ആളുകൾ, പിശാചിൻ്റെ കെണിയിൽപ്പെടാതെ അവൻ്റെ ജയിലുകളിൽ നിന്ന് മോചിതമായി ജീവിക്കുന്ന സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആളുകൾ, അതാണ് വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. അവരാണ് സുഹൃതങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പാപമോചനവും മഗ്ഫിറത്തും വമ്പിച്ച പ്രതിഫലങ്ങളും നേടിയെടുക്കുന്ന ആളുകൾ എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും വിശദീകരിച്ചിരുന്നത്. അതിനുശേഷം അതിനോട് തുടർന്ന് പിശാചിൻ്റെ ചില ഘടകങ്ങൾ, അവന് ഈ ലോകത്ത് വിശ്വാസികളെ ചതിക്കാൻ വേണ്ടി, വല വീശി പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ചില ഘടകങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. 8-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പഠിപ്പിക്കുന്ന കാര്യം, അഫമൻ സുയ്യിന ലഹു സൂഅ അമലിഹി വറആഹു ഹസന. അല്ലാഹു പറയുന്ന, അഫമൻ, അപ്പോൾ ഏതൊരുവനോ, ഒരുവനായ ആളുകളോ, സുയ്യിന ലഹു, അവന് ഭംഗിയായി തോന്നിപ്പിക്കപ്പെടും, ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. സൂഅ അമലിഹി, അവൻ്റെ പ്രവർത്തനങ്ങൾ അഥവാ ദുഷ്പ്രവർത്തനങ്ങൾ, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ തിന്മകൾ അവന് വളരെ ഭംഗിയായി ഈ ലോകത്ത് വെച്ച് തോന്നിക്കപ്പെടും. ഫറആഹു, എന്നിട്ട് അവൻ അതിനെ കാണുമ്പോൾ അല്ലെങ്കിൽ കണ്ടു ആ സമയത്ത് ഹസനൻ, ആ ദുഷ്പ്രവർത്തനങ്ങളെ അവൻ നല്ല പ്രവർത്തനങ്ങളായി അല്ലെങ്കിൽ നല്ലതായി, തനിക്ക് അതാണ് അനുയോജ്യമെന്ന നിലക്കാണ് അവൻ അതിനെ കാണുക. ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യുളില്ലു, വഴിപിഴവിലാക്കുന്നു, മയ്യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവരെ, വയഹ്ദി, എന്നാൽ അള്ളാഹു നേർവഴിയിലാക്കുന്നു, മയ്യശാഉ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ. വലാ തദ്ഹബ്, അത് കൊണ്ട് പോകാതിരുന്നു കൊള്ളട്ടെ, നഫ്സുക, നിന്റെ ജീവൻ, നിന്റെ ദേഹം, അലൈഹിം, അവരുടെ പേരിൽ, ഹസറാത്ത്, സങ്കടങ്ങളാൽ, സങ്കടാധിക്യം കൊണ്ട്, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല, അലീമുൻ, അറിയുന്നവനാണ്, ബിമാ യസ്നഊൻ, അവൻ ചെയ്തു വരുന്നതിനെപ്പറ്റി കൃത്യമായി അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാണ് എന്നാണ് അള്ളാഹു 8-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ മൊത്തത്തിലുള്ള ഒരാശയം എന്ന് പറഞ്ഞാൽ, തൻ്റെ ദുഷ്പ്രവൃത്തി തനിക്ക് ഭംഗിയായി കാണിക്കപ്പെടുകയും എന്നിട്ട് അതിനെ ഈ ലോകത്ത് ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളായി കാണുകയും ചെയ്തിട്ടുള്ള ഒരുവനോ, അത്തരം ആളുകൾ സൽക്കർമ്മകാരികളെപ്പോലെ പ്രതിഫലം ലഭിക്കുമോ എന്ന ഒരു ചോദ്യമാണ് അള്ളാഹു ചോദിക്കുന്നത്. എന്നാൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ വഴിവഴിയാക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു യഥാർത്ഥ നേർമാർഗത്തിൽ, യഥാർത്ഥ സിറാത്തൽ മുസ്തഖീമിലൂടെ നയിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പറയാണ്, സങ്കടാധിക്യത്താൽ അവരുടെ പേരിൽ അവരെ ചൊല്ലി നിന്റെ ആത്മാവ് പോകാതിരുന്നു കൊള്ളട്ടെ, നിശ്ചയമായും അവർ പ്രവർത്തിച്ചു വരുന്നതിനെപ്പറ്റി എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അറിയുന്നവനാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ആയത്തുകളിലൂടെ അള്ളാഹു വിശദീകരിക്കുന്ന കാര്യം, ഈ ഐഹിക ജീവിതത്തിൻ്റെയും പിശാചിൻ്റെ വഞ്ചനകൾക്കും അടിമപ്പെട്ടുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആദർശത്തെ ഗ്രഹിക്കാനോ മനസ്സിലാക്കാനോ കഴിയാതെ നല്ലതും ചീത്തയും വേർതിരിച്ചറിയാൻ സാധിക്കാത്ത വിധം വല്ലാത്ത ഒരു പുകമറയിൽ പെട്ടുപോകുന്ന, അല്ലെങ്കിൽ അവർക്ക് കണ്ണുണ്ടായിട്ട് കാണാത്ത, കാതുണ്ടായിട്ട് കേൾക്കാത്ത, മനസ്സുണ്ടായിട്ട് ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ചില ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. കാരണം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ, നന്മയാണോ തിന്മയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം തിന്മയിൽ അവിരമിച്ചു പോയ അപകടകരമായ ഒരവസ്ഥ മനുഷ്യന് സംഭവിക്കും. അതിനെ വളരെ സൂക്ഷിക്കണം വിശ്വാസികൾ എന്നാണ്. തങ്ങൾ സ്വീകരിക്കുന്ന ദുർനടപ്പുകളുടെ കൊള്ളരുതായ്മയും അതിൻ്റെ ഭവിഷ്യത്തും അതിൽ ഭാവിയിൽ വരാനിരിക്കുന്ന അതിൻ്റെ അപകടങ്ങളെക്കുറിച്ചും അജ്ഞാതമായി തീരുന്ന വല്ലാത്ത ഒരു അവസ്ഥയാണത്. തൽപ്രവർത്തികളായി ഇത്തരം തിന്മകളെ ഗണിക്കുകയും
അതിൽ വല്ലാതെ അഭിമാനം കൊണ്ടുകൊണ്ട് അതിൽ അവിരമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ദുഷിച്ചുപോയ ഒരു വിഭാഗം ആളുകൾ. അവർ അള്ളാഹുവിനോട് പാവമോചനം തേടുന്നില്ല, അള്ളാഹുവിനോട് തൗബ ചോദിക്കുന്നില്ല, അവർ തെറ്റായ മാർഗത്തിലൂടെ നടക്കുന്നതെന്ന് ചിന്തിക്കുന്നില്ല, അവർ നേരായ മാർഗത്തിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു പ്രവർത്തനങ്ങളും അവരുടെ ജീവിതത്തിലില്ല. ഇത്തരം ആളുകൾ വലിയ അപകടമാണ്, ഇത്തരം നടപടികൾ വളരെ മോശമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാലത്ത് ഈ ആയത്ത് ശരിക്കും നമ്മൾ മനസ്സിലാക്കുമ്പോൾ സമകാലിക ചരിത്രത്തിലെ ആധുനിക കാലത്ത് സംഭവിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, പല തിന്മകളും ഇന്ന് നമുക്കറിയാം ഇല്ലേ. ഇപ്പോൾ നമ്മൾ ഈ ദിവസം തന്നെ, ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 14-ാം തീയതിയാണ് ഇല്ലേ, വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ അത്തരം ദിവസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരം ആഘോഷങ്ങൾ കൊണ്ടാടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഫെബ്രുവരി 14-നൊക്കെ അതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസങ്ങളിലൊക്കെ ഇന്നത്തെ കാലത്ത് ഈ പ്രണയവും വിവാഹത്തിന് മുമ്പുള്ള അന്യാണും പെണ്ണും തമ്മിലുള്ള ഇടപെടലുകളും അതുപോലെ അവർ തമ്മിലുള്ള പ്രണയങ്ങളുമൊക്കെ ഇന്ന് ഒരു നല്ല പ്രവർത്തനങ്ങളായി സമൂഹം കാണുകയും എന്നാൽ അതൊരു മോശമായിട്ടോ അതൊരു തെറ്റായിട്ടോ ആളുകൾ കാണാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം. ഇവിടെയാണ് ഈ ആയത്ത് വളരെ പ്രസക്തമാകുന്നത്. ആളുകൾക്ക് തിന്മകൾ അത് നന്മയായി തോന്നിപ്പിക്കും, നല്ല കാര്യമായി തോന്നിക്കും, കാലത്തിനനുസൃതമായ പ്രവർത്തനങ്ങളായി തോന്നിപ്പിക്കും. അത് ചെയ്യാത്തവരും അത്തരം തിന്മകൾ ചെയ്യാത്തവരൊക്കെ മോശക്കാരായും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഏതൊരു തെറ്റും അങ്ങനെ തന്നെയാണ്. പല തിന്മകളും ഇന്ന് നല്ലതായി ആളുകൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ചിന്താഗതികൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് പ്രബോധനങ്ങൾ അവർക്ക് ഉപകരിക്കുകയില്ല, ഉത്ബോധനങ്ങൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കില്ല, ഉപദേശങ്ങൾ അവർ ഹൃദയത്തിലേക്ക് സ്വീകരിക്കില്ല. ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് ജീവിക്കും. മറ്റ് തിന്മകളൊക്കെ അവർക്ക് അലങ്കൃതമായി ഏറ്റവും മനോഹരമായി തോന്നിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ നന്മയുടെ മാർഗത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ വിദൂരമായി കൊണ്ടിരിക്കും. ഇത് വലിയൊരു അപകടകരമായ അവസ്ഥയാണ്. എന്നാൽ തെറ്റുകൾ ചെയ്യുമ്പോൾ തെറ്റിന് ചെയ്യുന്ന ആളുകൾ അവർക്കതൊരു തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അവർക്ക് ഏത് സമയത്തും അതിൽ നിന്ന് തിരിഞ്ഞു നടക്കാനും തൗബ ചെയ്യാനും പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് തിരിയാനുമുള്ള സാധ്യതകളുണ്ട്. നമ്മൾ മറ്റൊരു വശം നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കറിയാം, ബിദ്അത്തുകളെ പിശാചിന് വളരെ ഇഷ്ടമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ ചില ബിദ്അത്തുകൾ നന്മയാണെന്ന് വിചാരിച്ചിട്ടാണ് ആളുകൾ ചെയ്യുക. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബറാഅത്ത് നോമ്പ് പോലെ അത് ബിദ്അത്താണെന്ന് പണ്ഡിതന്മാരൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയ കാര്യമാണ്. അപ്പോൾ അത് നിർവഹിക്കുന്ന ആളുകൾ അവരെന്താ വിചാരിക്കുക, ഇത് നല്ല പ്രവർത്തനമാണ്, പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അത് തെറ്റാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല, അത് ഉപേക്ഷിക്കുന്നില്ല. എന്നാൽ അത് ചെയ്തതിൻ്റെ പേരിൽ തൗബ ചെയ്യുന്നില്ല. അത് ബിദ്അത്താണ്, അള്ളാഹു നരകത്തിൻ്റെ വഴിയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പേരിൽ ഇല്ലാത്ത കളവുകളാണ് പ്രചരിപ്പിക്കുന്നത് എന്നൊന്നും അവർ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകൾ, മൗദൂആയ ദുർബലമായ വഈഫായ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അവർ തൗബ ചെയ്യുന്നില്ല, അതിൽ നിന്ന് മാറുന്നില്ല. ഇത് വളരെ അപകടകരമായൊരവസ്ഥയാണ്. എന്നാൽ മറ്റു ചില തെറ്റുകൾ അത് തെറ്റാണെന്ന് ബോധ്യമാകുമ്പോൾ അവർക്ക് തിരുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വളരെ കാര്യം, തിന്മകളെ നന്മകളായി കാണുന്ന വല്ലാത്ത ഒരു ദുരവസ്ഥയുടെ ഗൗരവത്തെയാണ് അള്ളാഹു ഉണർത്തുന്നത്. അതിനുശേഷം 9-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, വല്ലാഹു അല്ലദി, അള്ളാഹു പറയാണ്, അള്ളാഹു അത്രേ, അല്ലദി അർസല, അയച്ചവനാണ്, അർരിയാഹ, കാറ്റുകളെ അയച്ചവനാണ്, ഫതുസീറു, എന്നിട്ട് അവൻ ഇളക്കി വിടുന്നു, സഹാബൻ, മേഘത്തെ, മഴക്കാറിനെ, ഫസുക്കിനാഹു, എന്നിട്ട് നാം അതിനെ തെളിക്കും, കൊണ്ടുപോകും, ഇല ബലദിൻ, വല്ല നാട്ടിലേക്കും, മയ്യിത്തിൻ, നിർജീവമായ, ഫഹിയൈനാ ബിഹി, എന്നിട്ട് അതുകൊണ്ട് നാം ജീവിപ്പിക്കും, അൽ അർള, ഭൂമിയെ, ബഅദ മൗതിഹ, അതിൻ്റെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ നിർജീവാവസ്ഥയ്ക്ക് ശേഷം, കദാലിക, അപ്രകാരമാണ്, അന്നുഷൂർ, അള്ളാഹു നുഷൂർ നടത്തുന്നത് അഥവാ പുനരുദ്ധാനം, ഉയർത്തെഴുന്നേൽപ്പ് നടത്തുന്നത് എന്നാണ് 9-ാമത്തെ ആയത്തിലുള്ള അള്ളാഹു പഠിപ്പിക്കുന്നത്. ഈ ആയത്തിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് കാറ്റുകളെ, അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. മഴ എന്നത് അള്ളാഹു നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. ആ മഴ എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവാണ് കാറ്റുകളെ അയച്ചിട്ടുള്ളവൻ, ചലിപ്പിക്കുന്നവൻ. അവ മേഘം ഇളക്കി വിടുന്നു, ആ കാറ്റ്. അങ്ങനെ നാം അതിനെ, ആ മേഘത്തെ നിർജീവമായ വല്ല നാട്ടിലേക്കും തെളിച്ചു കൊണ്ടുപോവുകയായി. എന്നിട്ടത് ഘനീഭവിച്ച് ആ ഭൂമിയെ നിർജീവമായതിനു ശേഷം മഴ പെയ്ത് അതിനെ ജീവസുറ്റതാക്കുന്നു. ഇതുപോലെ അള്ളാഹു ഈ ദൃഷ്ടാന്തങ്ങൾ പഠിപ്പിച്ചിട്ട് മനുഷ്യനെ കടന്നു വരാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്താണ്. ഇതുപോലെ തന്നെയാണ് പുനരുദ്ധാനം. ഇതൊരു ചക്രമാണ് എന്ന് പറഞ്ഞാൽ, കടലിലെ ജലത്തിലെ ശുദ്ധജലം ആകാശത്തേക്ക് നീരാവിയായി പോയി, അതിനുശേഷം മുകളിലേക്ക് പോയി, പിന്നീട് അത്
മേഘങ്ങളായി അതിനെ കാറ്റ് ചലിപ്പിച്ചു കൊണ്ടുപോയി മറ്റ് ഭൂമി സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഘനീഭവിച്ച് മഴയായി മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് വർഷിക്കുന്നു. അവിടെ നിർജീവമായി കിടന്ന ഭൂമിയിൽ നിന്ന് മുളകൾ പൊട്ടി വളരുന്നു. എന്നിട്ട് അതിനെ ജീവിപ്പിക്കുന്നു. ഇത് വീണ്ടും ഇതുപോലെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ചക്രം പോലെ സംഭവിക്കുന്നു. ഇതുപോലെയാണ് മനുഷ്യൻ. അവനിങ്ങനെ ജനിക്കുന്നു, എന്നിട്ട് അവൻ വളരുന്നു, അവൻ മരിക്കുന്നു, വീണ്ടും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു. ഇതുപോലെ മനുഷ്യൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. പുനരുദ്ധാരണത്തെ നിഷേധിച്ച ആളുകൾക്കുള്ള മറുപടി കൂടിയായിരുന്നു ഇതും ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അല്ലാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തം അതിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. 10-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, 10-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് മൻ കാന യുരീദുൽ ഇസ്സത. അല്ലാഹു പറയാണ് മൻ കാന, ആരെങ്കിലും ആണെങ്കിൽ, യുരീദുൽ ഇസ്സ, പ്രതാപം, ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ യശസ്, വലില്ലാഹി, അല്ലാഹുവിനാണ്, അൽ ഇസ്സത്തു, പ്രതാപം, ജമീഅ, മുഴുവനും, ഇലൈഹി, അവങ്കിലേക്കത്രേ, യസ്അദു, കയറിപ്പോകുന്നത്, അൽ കലിമു, വാക്കുകൾ അല്ലെങ്കിൽ വാക്ക്, അത്വയ്യിബ്, നല്ല ശുദ്ധമായ ഏറ്റവും നല്ല വാക്കുകൾ, വൽ അമലു സ്വാലിഹ്, സൽക്കർമ്മങ്ങളാകട്ടെ, യർഫഉഹു, അതിനെ ഉയർത്തുകയും ചെയ്യുന്നു, അവൻ അതിനെ ഉയർത്തുകയും ചെയ്യുന്നു, വല്ലദീന യംകുറൂന, എന്നാൽ കുതന്ത്രം പ്രവർത്തിക്കുന്നവർ, സയ്യിആതി, ദുഷിച്ച കടുത്ത കുതന്ത്രങ്ങൾ, ലഹും, അവർക്കുണ്ട്, അദാബുൻ ശദീദ്, കഠിന ശിക്ഷയുണ്ട്, വമക്കറു, ഉലൈക, അക്കൂട്ടരുടെ കുതന്ത്രം, ഹുവ, അത്, യബൂർ, നാശമടയുകയും നഷ്ടപ്പെടുകയും ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞ ആശയം, മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹ്, അൽ ഇസ്സത്തു ജമീഅ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പ്രതാപത്തെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പ്രതാപം മുഴുവനും അല്ലാഹുവിനുള്ളതാണ്. അൽ അസീസ് എന്നത് അല്ലാഹുവിന്റെ നാമമാണ്. പ്രതാപം, അധികാരം, ആഭിജാത്യം, ഉന്നതകളിൽ വിരാജിക്കുന്ന അവസ്ഥ, അല്ലാഹുവിന്റെ ഇസ്സത്തിന് മുകളിൽ ആർക്കുമില്ല. അല്ലാഹുവാണ് എല്ലാത്തിന്റെയും ഉന്നതങ്ങളിലുള്ളവൻ, എല്ലാത്തിന്റെയും അധികാരി അല്ലാഹുവാണ്. ലോകത്ത് എത്ര ഭരണാധികാരികൾ വന്നാലും, രാജാക്കന്മാരുണ്ടായാലും, എത്ര വലിയ ചക്രവർത്തികൾ വിഹരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും, എല്ലാവരുടെയും എല്ലാ അധികാരികളുടെയും അധികാരി അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പ്രതാപം, അതാണ് അൽ അസീസ് എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് എല്ലാ ഇസ്സത്തും അത് അല്ലാഹുവിനുള്ളതാണ് എന്ന് അല്ലാഹു പറയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഇലൈഹി യസ്ഉദുൽ കലിമു ത്വയ്യിബ്, അല്ലാഹുവിലേക്കാണ് ഏറ്റവും നല്ല വാക്കുകൾ ഉയർന്നു പോകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഈ ആയത്ത് ഇറങ്ങിയത്, ഈ സൂറത്ത് ഇറങ്ങിയത് മക്കയിലാണ്. മക്കയിൽ പ്രതാപത്തിന് വേണ്ടി ജീവിച്ച ആളുകളൊക്കെ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലത്ത് ഇസ്ലാം സ്വീകരിക്കാതെ തന്നെ ആ നാട്ടിൽ പ്രതാപം ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമിന്റെ സത്യസന്ദേശം ഉൾക്കൊള്ളാൻ മനസ്സിലായിട്ടും അംഗീകരിക്കാതെ മരണം വരെയും ജീവിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. മരണത്തിന്റെ നിമിഷത്തിലും അബൂ താലിബിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തി വലുതാക്കിയ അബൂ താലിബ്, സംരക്ഷണങ്ങൾ നൽകിയ അബൂ താലിബ്, അദ്ദേഹത്തിന്റെ മുന്നിലിരുന്നു കൊണ്ട് പ്രവാചകൻ അവസാന സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോഴും അവിടുത്തെ അഭിമാനവും അവിടുത്തെ പാരമ്പര്യവും ഒക്കെ പറഞ്ഞ് അതിനുവേണ്ടി ദുരഭിമാനത്തിന്റെ പേരിൽ അതിൽ വല്ലാതെ ജീവിച്ചിരുന്ന ആളുകളാണ് അവരെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് എല്ലാ പ്രതാപവും അള്ളാഹുവിനാണ്. അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചവർക്കാണ് യഥാർത്ഥ പ്രതാപമുള്ളത്. അതാണ് യഥാർത്ഥ ആഭിജാത്യം, അതാണ് യഥാർത്ഥ അധികാരം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹ് പറയണം, അള്ളാഹുലേക്ക് ഉയർന്നു പോകുന്നത് യഥാർത്ഥ നല്ല വാക്കുകളാണ്. വൽ അമലു സ്വാലിഹ് യർഫഉഹു, അതുപോലെ തന്നെ അമലു സ്വാലിഹാത്തുകളാണ് അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുന്നത്. അത് ഉയർത്തുന്നത് റബ്ബാണ്. അതെങ്ങനെയാണ് ഉയരുക എന്നൊന്നും നമുക്കറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ഉയരും. അത് 3 നിലക്ക് ഉയരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാ തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ദിവസമാണ്. അതുപോലെ സുബഹിന്റെയും അസറിന്റെയും സമയത്ത് മലക്കുകൾ ഇറങ്ങി വരും. സുബഹിന്റെ മലക്കുകൾ പോകുമ്പോൾ അസറിന്റെ മലക്കുകൾ വരും, അസറിന്റെ മലക്കുകൾ പോകുമ്പോൾ സുബഹിന്റെ മലക്കുകൾ വരും. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കർമ്മങ്ങൾ, സത്യവിശ്വാസികളുടെ കർമ്മങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോകും എന്ന് ഹദീസുകളിൽ കാണാം, ഇല്ലേ? അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ അതുപോലെ അള്ളാഹു യഥാർത്ഥ സൽക്കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയരും, അതിനർഹിച്ച പ്രതിഫലങ്ങൾ അള്ളാഹു നൽകും എന്ന് തന്നെയാണ്. വല്ലദീന യംകുറൂന സയ്യിഅത്ത്, എന്നാൽ അവിടെ ദുഷിച്ച കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ആളുകൾ,
അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. വഖറു ഉലൈക ഹുവ യബൂർ, അള്ളാഹു പറയാണ് അക്കൂട്ടർ കുതന്ത്രം തന്നെയാണ് അത്തരം ആളുകളുടെ കുതന്ത്രം തന്നെയാണ് നാശമടയുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഉപായങ്ങളും കാപട്യങ്ങളും പ്രയോഗിച്ച് നടത്തപ്പെടുന്ന എല്ലാ കുതന്ത്രങ്ങളും ഏറ്റവും വലിയ കുറ്റകരവും ആക്ഷേപകരവുമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊലപ്പെടുത്തുകയോ പിടിച്ചു ബന്ധനത്തിലാക്കുകയോ നാട് കടത്തിവിടുകയോ ചെയ്യാൻ ഖുറൈശികൾ അവരിങ്ങനെ ഒരുമിച്ച് കൂടി അതിനുവേണ്ടി ഗൂഢാലോചനകൾ നടത്തിയതായി, എന്നിട്ട് പ്രവാചകന്റെ വീട് വളഞ്ഞ സംഭവങ്ങൾ, ഗൂഢാലോചന നടത്തി അതിനായി രാത്രിയിൽ വീട് വളഞ്ഞ സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പല ഉദാഹരണങ്ങളും ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ഇതൊക്കെ അവരുടെ കുതന്ത്രങ്ങളായിരുന്നു. പക്ഷെ അതൊന്നും പരാജയപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് 11-ാമത്തെ ആയത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വല്ലാഹു ഖലഖക്കും മിൻ തുറാബിൻ, എന്നിട്ട് മനുഷ്യ തൊട്ടിപ്പിനെ കുറിച്ച് പറയാണ്. വല്ലാഹു, അല്ലാഹു ആണ്, ഖലഖക്കും നിങ്ങളെ സൃഷ്ടിച്ചത്, മിൻ തുറാബിൻ മണ്ണിൽ നിന്ന്, മണ്ണിനാൽ, തുമ്മ പിന്നീട്, മിൻ നുത്ഫത്തിൻ ഒഴുകുന്ന ജലത്തിൽ അഥവാ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, തുമ്മ ജഅലക്കും പിന്നെ നിങ്ങളെ അവനാക്കി, അസ്വാജൻ ഇണകളാക്കി, ഭാര്യഭർത്താക്കന്മാരാക്കി, വമാ തഹ്മിലു ഗർഭം ധരിക്കുന്നില്ല, മിൻ ഉൻസ ഒരു പെണ്ണും ഒരു സ്ത്രീയും, വലാ തളൗ അവൾ പ്രസവിക്കുന്നുമില്ല, ഇല്ലാ ബിഇൽമിഹി അല്ലാഹുവിന്റെ അറിവ് കൂടാതെ, വമാ യുഅമ്മറു ആയുസ് നൽകപ്പെടുന്നതുമല്ല, മിൻ മുഅമ്മരിൻ ഒരായുസും നൽകപ്പെട്ടവനും, വലാ യുൻഖസു കുറിക്കപ്പെടുക ചുരുക്കപ്പെടുകയുമില്ല, മിൻ ഉംരിഹി അവന്റെ വയസ്സിൽ നിന്ന്, ഇല്ലാ ഫി കിതാബിൻ ഒരു ഗ്രന്ഥത്തിലില്ലാതെ, ഇന്ന ദാലിക നിശ്ചയമായും അത് അലല്ലാഹി അല്ലാഹുവിന്റെ മേൽ യസീർ നിസ്സാരമായ ലഘുവായ കാര്യമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പിന്റെ പരിണാമത്തെ അള്ളാഹു ചെറിയ രൂപത്തിൽ വിശദീകരിക്കുകയാണ്. വിശദമായി മറ്റ് സൂറത്തുകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിക്കുന്നുണ്ട്. വിശ്വാസികളുടെ ഗുണങ്ങൾ പറഞ്ഞതിന് ശേഷം മനുഷ്യ സൃഷ്ടിപ്പിന്റെ വ്യത്യസ്തമായ പരിണാമങ്ങളെ സംബന്ധിച്ച് ഒക്കെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നീട് ഇന്ദ്രിയത്തുള്ളിൽ നിന്നും സൃഷ്ടിച്ചു, പിന്നെ അവൻ നിങ്ങളെ ഇണകളാക്കി എന്ന് മാറ്റിയാൽ അള്ളാഹു ഇതിൽ പറയുന്ന കാര്യം റബ്ബിനറിയാം. മനുഷ്യനെ സൃഷ്ടിച്ച് അവർ ഇണകളായി സൃഷ്ടിക്കാൻ മുന്നോട്ട് പോകാനാണ് അള്ളാഹു അത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ റബ്ബിന് മുന്നേ അറിയുന്നതാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ അവന്റെ അറിവിന്റെ ആഴത്തെയാണ് അള്ളാഹു പറയുന്നത്. വമാ തഹ്മിലു, അള്ളാഹുവിന്റെ അറിവില്ലാതെ ഇവിടെ ആരും ഒന്നും സംഭവിക്കുന്നില്ല. ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ അവളുടെ വയറ്റിനുള്ളിൽ എന്താണ്, ഏത് കുട്ടിയാണ്, അത് എത്ര കാലം ജീവിക്കും, ഇതൊക്കെ അള്ളാഹുവിന് മാത്രമാണ് അറിയുന്ന കാര്യം. ആരും പ്രസവിക്കുന്നുമില്ല അള്ളാഹു അറിയാതെ. ആയുസ് നൽകപ്പെട്ടുള്ള ഏതൊരാൾക്കും ആയുസ് നൽകപ്പെടുന്നതാകട്ടെ, അവന്റെ ആയുസ് നിന്ന് കുറയ്ക്കപ്പെടുന്നതാകട്ടെ, അവൻ എപ്പോൾ മരിക്കുമെന്നതാകട്ടെ, ഏത് നാട്ടിൽ വെച്ചെന്നതാകട്ടെ, എല്ലാം അള്ളാഹുവിന്റെ രേഖയിൽ രേഖപ്പെടുത്താതെ ഇല്ല. നിശ്ചയമായും അള്ളാഹുവിന്റെ മേൽ അതൊക്കെ നിസ്സാരമായ കാര്യമാണ്. അതുകൊണ്ട് അല്ലാമുൽ ഗുയൂബ് അള്ളാഹു മാത്രമാണ്. മുഴുവൻ അദൃശ്യവും അറിയുന്നവൻ റബ്ബ് മാത്രമാണ്. അത് ലോകത്ത് ആർക്കും അറിയാനും സാധ്യമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ ഗർഭപാത്രത്തിൽ വെച്ച് സുമ്മ ഖലാജലൻ, അവന്റെ അവധി അള്ളാഹു നിർണയിച്ചിട്ടുണ്ട്, എവിടെ വെച്ച് മരിക്കും, എങ്ങനെ മരിക്കും എന്നൊക്കെ. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്, എവിടെ വെച്ച് മരിക്കുമെന്നോ എന്ത് പ്രവർത്തിക്കുമെന്നോ ഒരാൾക്കും അറിയാൻ സാധ്യതയില്ല. ഒരു യന്ത്രങ്ങളും അതിന് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതൊക്കെ റബ്ബിന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അള്ളാഹു എല്ലാത്തിനും ഒരു കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാത്തിനും അള്ളാഹു അതിൻ്റെതായ ക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സബബുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അതെല്ലാം അറിയുന്നവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. എല്ലാവരുടെ ഭക്ഷണവും എല്ലാവരുടെ ജീവിതവും ഉപജീവനവും ഒക്കെ റബ്ബിന്റെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ലോകത്ത് ജനപ്പെരുപ്പമൊക്കെ ഉണ്ടായി ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് മനുഷ്യൻ മരിച്ചു പോകുമെന്നൊന്നും ഭയപ്പെട്ടിരിക്കുവാൻ സത്യവിശ്വാസികൾക്ക് സാധ്യമല്ല. കാരണം ഇന്നദാലിക അലല്ലാഹി യസീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. നിശ്ചയമായി അള്ളാഹുവിന്റെ മേൽ ഈ കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമാണ്. അതൊക്കെ അള്ളാഹുവിന്റെ മേൽ. എന്നിട്ട് ഒടുവിലത്തെ വാക്യം അള്ളാഹു ബുദ്ധിയും വിശ്വാസവും ഉള്ളവർ ചിന്തിച്ചു നോക്കട്ടെ എന്ന നിലക്കാണ് കാര്യങ്ങളെ മനസ്സിലാക്കി തരുന്നത്. 12-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞത് വമാ യസ്തവിൽ ബഹറാനി ആദാ അദബുൻ ഫുറാത്തുൻ, അള്ളാഹ് പറയാണ് വമാ യസ്തവി സമമാവുകയില്ല, അൽ ബഹറാനി രണ്ട് സമുദ്രങ്ങൾ, രണ്ട് ജലാശയങ്ങൾ, ആദാ അതിലൊന്ന് അദബുൻ നല്ല വെള്ളമാണ്,
ഫുറാത്തുൻ അഥവാ ശുദ്ധമായ അദബിൻ ഫുറാത്തുൻ നല്ല വെള്ളം, ശുദ്ധമായ സ്വച്ഛമായ വെള്ളം. സായൂഹുൻ കുടിക്കാൻ എളുപ്പമുള്ളതാണത്, വേഗം ഇറങ്ങിപ്പോകുന്നതാണ്. ഷറാബുഹു അതിലെ പാനീയം. വഹാദ മറ്റേതാണെങ്കിലോ മിൽഹുൻ ഉജാജുൻ ഉപ്പ് രസമുള്ളതാണ്, കയ്പായ ഉപ്പ് കവിഞ്ഞതാണ്. വമിൻ കൊല്ലി എല്ലാത്തിൽ നിന്നും തഅക്കുലൂന നിങ്ങൾ തിന്നുന്നു. ലഹമൻ മാംസം, ത്വരിയൻ മുക്തനായ പഴക്കമില്ലാത്ത. വതസ്തഖ്രിജൂന നിങ്ങൾ പുറത്തെടുക്കുകയും ചെയ്യുന്നു. ഹില്യത്തൻ ആഭരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ. തൽബുസൂനഹ നിങ്ങൾ ധരിക്കുന്ന. വതറ നീ കാണുന്നു, നിനക്ക് കാണാം. അൽ ഫുൽക കപ്പലുകൾ. ഫിഹി അതിൽ. മവാഖിറ ഭേദിച്ച് മുറിച്ചു പോകുന്നതായി. തബ്തഉ നിങ്ങൾ അന്വേഷിക്കുവാൻ തേടുവാൻ വേണ്ടി. മിൻ ഫദ്ലിഹി അവൻ അനുഗ്രഹത്തിൽ നിന്ന്. വലഅല്ലക്കും നിങ്ങളാകുവാനും. തഷ്കുറൂൻ നന്ദി കാണിക്കുന്നവരാകുവാനും വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ്. അല്ലാഹു രണ്ട് സമുദ്രങ്ങൾ എന്ന് പറഞ്ഞത് സമുദ്രത്തിലെ അത്ഭുതകരമായ ദൃഷ്ടാന്തമാണ്. ഒന്ന് ഉപ്പുജലവും ഒന്ന് ശുദ്ധജലവും. ഇത് തമ്മിൽ പരസ്പരം കൂടിച്ചേരാത്ത വിധം നിർത്തിയിരിക്കുന്നത് അല്ലാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. സമുദ്രങ്ങളിൽ പല ശാസ്ത്രജ്ഞന്മാരും ഇസ്ലാം മതം സ്വീകരിച്ചതൊക്കെ ഇതിനെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടാണ്. നമുക്കൊരു സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പറയുന്നുണ്ട് അല്ലെ, എന്താ പറയുക, അതാ അദബുൻ ഫുറാത്തുൻ അതാ മിൽഹുൻ ഉജാജ് വജഅല ബൈനഹുമാ ബർസ. രണ്ടിന്റെയും ഇടയിൽ ഒരു മറ അല്ലാഹു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അത് ഒത്തുകൂടാതിരിക്കുന്നത് എന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. സൂറത്ത് റഹ്മാനിലും അല്ലാഹു ഈ കാര്യം വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. മറജൽ ബഹ്റൈനി യൽതഖിയാൻ അല്ലെ, രണ്ട് സമുദ്രങ്ങൾ, അത് ഒന്ന് ഉപ്പുജലവും ശുദ്ധമായ ഒന്ന് ഉപ്പുജലവും മറ്റൊന്ന് ശുദ്ധമായ ശുദ്ധജലവും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. കടലിലൂടെ അവിടുന്ന് നിങ്ങൾക്ക് മാംസം തിന്നാൻ ഉള്ള മത്സ്യങ്ങൾ ലഭിക്കുന്നു. കടലിൽ തന്നെ പല നിലക്കുള്ള അത്ഭുതകരമായ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ മുത്ത്, ചിപ്പി, പവിഴം പോലെയുള്ള കാര്യങ്ങൾ, വിഭവങ്ങൾ അവയിൽ നിന്ന് ലഭിക്കുന്നു. മനുഷ്യരുടെ അലങ്കാര വസ്തുക്കളായി മറ്റും അവ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു. ദൂരം സഞ്ചാരങ്ങൾ ചെയ്യാൻ, ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാൻ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ തേടിക്കൊണ്ട് മനുഷ്യൻ സമുദ്രത്തിൽ കപ്പൽ യാത്ര നടത്തുന്നു. സമുദ്രത്തിന്റെ ജലങ്ങളെ ഭേദിച്ചുകൊണ്ട് കപ്പലിന്റെ മുന്നോട്ടുള്ള ഗമനങ്ങളൊക്കെ ദൃഷ്ടാന്തമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് മനുഷ്യന് നന്ദി ചെയ്യുന്നത്? ഇതൊക്കെ അല്ലാഹുവിന് നന്ദി ചെയ്യാനുള്ള, മനുഷ്യന് പഠിക്കാനുള്ള, ഉൾക്കൊള്ളാനുള്ള, ഭാവി ജീവിതത്തിലേക്കുള്ള മൂലധനമായി വകയിരുത്തപ്പെടുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾക്ക് ഉതകുന്ന, വഴി കാണിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം 13-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത് യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ ശംസ വൽ ഖമറ. അല്ലാഹു പഠിപ്പിക്കുകയാണ്, യൂലിജു അവൻ കടത്തുന്നു, പ്രവേശിപ്പിക്കുന്നു, അല്ലൈല രാത്രിയെ, ഫിന്നഹാർ പകലിൽ, വയൂലിജുൻ നഹാറ പകലിനെയും അവൻ കടത്തുന്നു, ഫിൽ ലൈൽ രാത്രിയിൽ, വസഖറ അവൻ കീഴ്പ്പെടുത്തി വിധേയമാക്കി തരികയും ചെയ്യുന്നു, അശംസ വൽ ഖമറ സൂര്യനെയും ചന്ദ്രനെയും, കുല്ലുൻ എല്ലാ ഓരോന്നും, യജ്രി സഞ്ചരിക്കുന്നു, ലിഅജലിൻ ഒരു അവധിയിലേക്ക്, മുസമ്മ നിർണയിക്കപ്പെട്ട, ദാലിക്കും എങ്ങനെയുള്ളവനാണ്, അല്ലാഹു റബ്ബുക്കും അല്ലാഹു നിങ്ങളുടെ റബ്ബായ അല്ലാഹു ആണ്, ലഹു അവനാണ്, അൽ മുൽഖു രാജാധികാരം, വല്ലദീന തദ്ഊന നിങ്ങൾ വിളിക്കുന്നവർ, മിൻ ദൂനിഹി അവന് പുറമെ, മാ യംലിഖൂന അവൻ അധീനമാക്കുന്നില്ല, ഉടമപ്പെടുത്തുന്നില്ല, മിൻ ഖിത്മീർ ഒരു ഈത്തപ്പഴത്തിന്റെ പാട പോലും, ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അല്ലാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്ന അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ, യൂലിജുൽ ലൈല ഫിന്നഹാർ രാത്രിയെ പകലിൽ കടത്തുന്നു, പകലിനെ രാത്രിയിലും കടത്തുന്നു, സൂര്യനെയും ചന്ദ്രനെയും അവൻ കീഴ്പ്പെടുത്തി തരികയും ചെയ്തിരിക്കുന്നു. ഓരോന്നിനും അല്ലാഹു നിശ്ചയിക്കപ്പെട്ട അവധി വരേക്ക് അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള റബ്ബ്, ലോകരക്ഷിതാവായ അല്ലാഹു അവനാണ് എല്ലാ രാജാധികാരവും, മാലിക്കൽ മുലൂക്ക് അല്ലാഹുവിന്റെ നാമങ്ങളാണ് ഇതൊക്കെ. അങ്ങനെയുള്ള റബ്ബ്, രാജാധികാരം അല്ലാഹുവിനുള്ളതാണ്. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ഇത്തരം ദൃഷ്ടാന്തങ്ങളൊക്കെ അല്ലാഹു നൽകിയിട്ടും കാണിച്ചു തന്നിട്ടും അല്ലാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തുകൾ, ആരാധനകൾ, പ്രാർത്ഥനകൾ, ഇബാദത്തിൽപ്പെട്ടതാണ് ദുആ, പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രാർത്ഥനകൾ അത് അല്ലാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്നത് അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള വിഷയമാണ്. വല്ലദീന തദഊന മിൻ ദൂനിഹി അല്ലാഹുവിന് പുറമെ താവൂത്തുകളെ, താവൂത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളാണ്. അത് കല്ലാകാം, വിഗ്രഹമാകാം,
തങ്ങന്മാരാകാം, ഖോജമാരാകാം, ബീവിമാരാകാം, ആൾ ദൈവങ്ങളാകാം, ചില്ലിടച്ച ദൈവങ്ങളാകാം, ചില്ലിടയ്ക്കാത്തവരാകാം, ഏതാണെങ്കിലും അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ സഹായം ചെയ്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, മാ യംലിക്കൂന മിൻ കിത്മീർ, നിങ്ങൾ എന്തൊക്കെ അവരോട് ചോദിച്ചാലും അവരൊരു ഈത്തപ്പഴ കുരുവിൻ്റെ അങ്ങേറ്റം അത്രയും ലഘുവായ ഒരു കാര്യം പോലും അവർക്ക് ഉടമപ്പെടുത്താനേ സാധ്യമല്ല. പക്ഷേ ഖുർആനിൽ ഒരുപാട് ആയത്തിൽ അല്ലാഹു പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ഈച്ച തട്ടിയെടുത്തുകൊണ്ട് പോയാൽ അത് തിരിച്ചെടുക്കാൻ പോലും സാധിക്കാത്ത ദുർബലരായ ആളുകൾ, അള്ളാഹുവിൻ്റെ മഖ്ലൂക്കുകളിൽപ്പെട്ട ആളുകളോടാണ് ഖാലിക്കായ റബ്ബിനെ മാറ്റി വെച്ചുകൊണ്ട് സഹായവും പ്രാർത്ഥനയുമൊക്കെ നിർവഹിക്കുന്നെങ്കിൽ അത് കടുത്ത ശിർക്കാണ്. ആ ശിർക്ക് നരകത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും, സ്വർഗം നിങ്ങൾക്ക് ഹറാമാക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹു അടുത്ത ആയത്തിലൂടെ അതിൻ്റെ ഗൗരവം, എല്ലാ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ന്യായീകരിക്കുന്നവരുടെ ന്യായീകരണങ്ങളെയും തകർത്ത് കറയുമാറ് വളരെ കൃത്യമായി അള്ളാഹു സൂറത്തുൽ ഫാത്തിറിന്റെ 14-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കും. ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ എന്നാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷം, ഇൻ തദഊഹും, നിങ്ങൾ അവരെ വിളിക്കുന്ന പക്ഷം, ആരെയാണ്? വിഗ്രഹങ്ങളാകാം, അതുപോലെ തന്നെ അള്ളാഹുവിന് പുറമെ ആരൊക്കെ വിളിക്കുന്നുണ്ട് അവരൊക്കെ, ലാ യസ്മഉ, അവർ കേൾക്കുകയില്ല, ദുആഅക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. മരിച്ചുപോയ ഖബറിന്റെ അടുത്ത് പോയി വിളിച്ചാലും, അതുപോലെ ഈ ആൾ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാലുമൊക്കെ, വലൗ സമിഉ, അവർ കേട്ടാലും, ഇനി കേട്ടു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക, എന്നാൽ പോലും മസ്തജാബു, അവ നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല, ഇസ്തിജാബത്ത് നൽകില്ല നിങ്ങൾക്ക്. വയൗമൽ ഖിയാമത്തി, നാൾ പരലോകത്തേക്ക് മരണപ്പെട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ, ഖിയാമത്ത് നാളിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടുമ്പോൾ, യക്ഫുറൂന, ആ ആളുകളുണ്ടോ, നിങ്ങൾ ആരെയാണോ വിളിച്ചത്, ആ വിളിച്ച ആളുകളുണ്ടല്ലോ, അവർ അവിശ്വസിക്കും, അതിനെ നിഷേധിക്കും. യക്ഫുറൂന, നിങ്ങൾ ചെയ്ത ശിർക്കിനെ, അതിനെ അവർ നിഷേധിക്കും. വലാ യുനബ്ബിഉക, നിങ്ങളുടെ വർത്തമാനം അറിയിക്കുകയില്ല മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയെ പോലെയുള്ള ഒരുവൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തിലൂടെ വിശദീകരിക്കുന്നത്. ആ ശിർക്കിനെ അവർ നിഷേധിക്കുകയും, സൂക്ഷ്മജ്ഞാനിയെ പോലെയുള്ള ഒരാൾ നിനക്ക് വർത്തമാനം അറിയിക്കുവാനില്ല അള്ളാഹുവിനെ പോലെ. അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയിച്ചു തരുന്നത്. അതുകൊണ്ട് ഒരു വ്യാഖ്യാനവും ഇല്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ശിർക്ക് വളരെ അപകടമാണ്. അത് ശിർക്കിൽ പെടുന്നതാണ്. അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, എല്ലാ ഇബാദത്തും അള്ളാഹുവിന് മാത്രമാക്കുക, അതിനാണ് തൗഹീദ് എന്ന് പറയുക. വഹദ യുവഹിദ്, തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നതാണ്. അത് പ്രാർത്ഥനയുടെ വിഷയത്തിൽ, ഇബാദത്തിന്റെ വിഷയത്തിൽ, നമസ്കാരം അള്ളാഹ്ക്ക് മാത്രമാണ്, നോമ്പ് അള്ളാഹ്ക്ക് മാത്രമാണ്, എല്ലാ ഇബാദത്തും അള്ളാഹ്ക്ക് മാത്രമാണ്. അതുപോലെ ദുആവും പ്രാർത്ഥനകളും അള്ളാഹുവിന് മാത്രമാണ്, അത് അള്ളാഹുവിന് മാത്രമേ നൽകാവുള്ളൂ. നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകൾ അല്ലെ, അവർ ഇസ്തിഗാസ എന്ന ഓമന പേരിട്ടുകൊണ്ട് അള്ളാഹുവിന് കൊടുക്കേണ്ട പ്രാർത്ഥന മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അല്ലെ, കള്ളുള്ള ഒരു കുപ്പിയിൽ മോര് എന്ന് എഴുതി വെച്ചിട്ട് അത് കുടിച്ചാൽ അത് മോരാകുകയില്ലല്ലോ, അത് കള്ള് തന്നെയാകും. എന്നതുപോലെയാണ് പ്രാർത്ഥന, ദുആ, അതിന് ഇസ്തിഗാസ എന്നൊരു പേരിട്ടിട്ട് ആ ദുആ നടത്തിയാൽ, മരിച്ചുപോയവരോട് സഹായം ചോദിച്ചാൽ, അല്ലേ, അത് തീർച്ചയായും പ്രാർത്ഥനയാണ്, അത് ശിർക്കിലേക്ക് എത്തിക്കും, അത് അപകടമാണ്, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കില്ല, അത് ശിർക്കാണ് എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു. കാര്യങ്ങളെ വ്യക്തമായി പഠിക്കുവാനും മനസ്സിലാക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.